കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം സങ്കീർത്തന പുസ്തകം 34 അധ്യായം 18 വചനം. ഹൃദയം ഞുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു. ഇവിടെ നമുക്ക് ഏറ്റവും ചിന്തിക്കാൻ പറ്റുന്ന ഒരു വചനഭാഗമാണിത്. ഹൃദയം ഞുറുങ്ങുന്നവർക്ക്, മനസ്സ് ഉരുകുന്നവരിലേക്ക്. ഹൃദയവും മനസ്സുമൊക്കെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കൊടുക്കുമ്പോൾ എപ്പോഴാണ് നമ്മൾ ഹൃദയം ഞുറുങ്ങുന്നത്? ഒത്തിരിയേറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും പരിഹസിക്കുമ്പോഴുമാണ് നമ്മുടെയൊക്കെ ഹൃദയം ഞുറുങ്ങുന്നത്. അതോ ഹന്ന ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ഞുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഹന്നയുടെ പ്രാർത്ഥന കേൾക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ ഹൃദയം ഒന്ന് ഞുറുങ്ങി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹൃദയം ഞുറുങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു അനുഭവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ്. അത്രയും കർത്താവിന്റെ മുമ്പിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വേദനയോടുള്ള ആ യേശു കർത്താവിന്റെ പ്രാർത്ഥന കണ്ടാലും അതേപോലെ നമുക്ക് കാണാൻ കഴിയും. യേശു അങ്ങനെയാണ് ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചത്. ആ ഞുറുങ്ങിയ ഹൃദയത്തോടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. എന്തിനാണ്? ഹൃദയം ഞുറുങ്ങിയോ, കന്റെ കർത്താവ് സമീപസ്ഥനായി നിന്റെ അടുക്കൽ വരും. കാരണം എന്റെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് കർത്താവ് അടുക്കൽ വരാത്തതെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയല്ലേ? നമ്മുടെ ഹൃദയം ഞുറുങ്ങി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ഹൃദയം ഞുറുങ്ങുന്നവർക്ക് ഞാൻ സമീപസ്ഥനാണെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആ പ്രാർത്ഥനാ അനുഭവം അനുഭവിച്ചു വേണം മുന്നോട്ട് പോകാൻ. കാരണം നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നതൊക്കെയും തരാമെന്ന് പറയുമ്പോൾ, ഞാൻ ചോദിച്ചിട്ട് എന്നാ തരാത്തത്? ചോദിക്കേണ്ടതുപോലെ നമ്മൾ ചോദിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവും വരികയരുതേ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഏറ്റെടുക്കാമോ? നിങ്ങൾ മനസ്സ് തുറന്ന് കർത്താവിനോടൊന്ന് പറയാമോ? കർത്താവെ, ഞാൻ ഇന്ന് പ്രഭാതത്തിൽ യാത്രയ്ക്ക് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ ജോലിക്ക് പോകുകയാണ്. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളിൽ അങ്ങ് എന്നോട് കൂടെ ആയിരിക്കണം കർത്താവെ. ഞുറുങ്ങിയ ഹൃദയത്തോടെ ഒരു പ്രാർത്ഥനാ അനുഭവത്തോടു കൂടെ എൻ്റെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ കർത്താവ് എന്നെ നടത്തണം കർത്താവെ. എനിക്ക് മറ്റൊന്നും വേണ്ട. ആരെയും ഒരു വേദനിപ്പിക്കാതെ, വേദനിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, എനിക്ക് കർത്താവെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവരെ ഒന്ന് സഹായിക്കുവാൻ, അവരെ ഒന്ന് കർത്താവിലേക്ക് ഒന്ന് അടുപ്പിക്കാൻ, അങ്ങനെയുള്ള വലിയ ഒരു കൃപ എൻ്റെ കർത്താവ് എനിക്ക് തന്ന് എന്നെ നടത്തണം കർത്താവെ. ഞാൻ ഈ വചനം അവരോട് പറയുവാൻ, അവരെ ആശ്വസിപ്പിക്കാൻ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്. ഈ പ്രത്യാശയുടെ ദൂത് നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ തുടങ്ങും. മറ്റുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ കടന്നു ചെന്ന് അവരെ യേശുവിലേക്ക് അടുപ്പിക്കാൻ കഴിയും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും മഹത്വം ഉണ്ടാകട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.